25 years ago, Kerala embarked on a new journey, a journey that transformed the state as a whole. Ladies and gentlemen, good evening and welcome to the 25th anniversary celebrations of Technopark. ഇതൊരു വലിയ അഭിമാന മുഹൂർത്തം തന്നെ. ഇന്ത്യസ് ഫസ്റ്റ്, ഇന്ത്യസ് ലാർജസ്റ്റ്, വേൾഡ്സ് ഗ്രീനസ്റ്റ്, നൈസ് വേർഡ്സ് ടു ഹിയർ. there is no doubt about that. ഈ പ്രോജക്റ്റ് ഈ നിലയിലേക്ക് എത്തിച്ചത് ഒരു ഇടതുപക്ഷ സർക്കാർ തുടങ്ങിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് അതിനെ കളയാതെ അതിന് ഈ ലെവലിലേക്ക് എത്തിച്ചതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും കൊടുക്കുന്നത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്ക്. കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊരു സ്റ്റേറ്റിനും ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റാത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ഒരു 10 പേരെങ്കിലും ഇവിടെ വർക്ക് ചെയ്യും. മറ്റ് IT യിൽ വളരെ നമ്മളെക്കാളും പുലർന്നു നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ക്ലെയിം they can't make such a claim. ഇത് ഒരു അഭിമാനകരമായ മുഹൂർത്തമാണ്. ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്ക് അവകാശമുണ്ട് എന്ന് അടുത്തുനിന്ന് ഇതെല്ലാം കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും. ശ്രീ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്ന സമയത്ത് ഒരിക്കൽ പോലും, അതായത് ആ സ്റ്റാഫിൽ ഞാൻ കുറെ പേര്, ഒരൊറ്റ ആള് പോലും ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരാളല്ല. എല്ലാരും പ്യുവർലി ഓൺ മെറിറ്റ് അപ്പോയിന്റ് ചെയ്ത് യാതൊരു ഇന്റർഫിയറൻസും ഇല്ലാതെ ഒരു കോൺട്രാക്ട് പോലും ഞങ്ങൾ കൊടുത്തിട്ടില്ല. എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഒരു രൂപ പോലും ഒരു പാർട്ടി ഫണ്ടിനും ഞാനുള്ള കാലത്ത് പിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത്. ആ ലെവലിൽ ഒരു സപ്പോർട്ടാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ആ ഗവൺമെന്റ് ഞങ്ങൾക്ക് തന്നത്. ശ്രീ നരസിംഹറാവു ഇവിടെ ഉദ്ഘാടനം നടത്തിയപ്പോ അന്നത്തെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, ഒന്നുള്ളിൽ കയറി എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇതിനകത്തൊന്നും ഇല്ലല്ലോ, ദി റിയൽ ഇനോഗ്രേഷൻ വിൽ ഹാപ്പൻ വെൻ യു ഫിൽ ഇറ്റ് അപ്പ്, ഡു ദാറ്റ് എന്ന് ഇന്ത്യസ് ദി ദെൻ പ്രൈം മിനിസ്റ്റർ ടോൾഡ് us. We have done that today. There is not much space left here. We'll make that for tomorrow. That is what is going to happen. 5000-ഓളം പേരെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതും വേണ്ട വലിയ സമരം. അന്നാണ് ആദ്യമായി ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയും AK ആന്റണിയും ഒരു സ്കീം കൊണ്ടുവന്നത്, പുനരധിവാസം. അന്ന് എന്റെ ഉടുപ്പിന്റെ കോളറിൽ പിടിച്ച, എന്റെ ഉടുപ്പ് വലിച്ചു കീറിയ എന്റെ സഹോദരിമാര് ഇന്ന് വലിയ സമ്പന്നരായി ഇവിടെ തന്നെ താമസിക്കുകയാണ്. അതിന്റെ കാരണക്കാരൻ വേറെ ആരുമല്ല, ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയും ശ്രീ AK ആന്റണിയുമാണ്. കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റ് സ്കീമിന്, അതായത് 1000 കോടി രൂപയുടെ വളരെ ബൃഹത്തായ പരിപാടിക്ക് ഗവൺമെന്റ് ഇപ്പം രൂപം കൊടുത്തു കഴിഞ്ഞു. ഉടനെ തന്നെ അതിന് ഭരണാനുമതി നൽകുന്നതാണ് എന്നറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇത് കേരളത്തിനുള്ള ഏറ്റവും വലിയ ഡെവലപ്മെന്റ് മോഡലാണ്. ഇതിന്റെ അകത്ത് കയറിയാൽ തന്നെ വേറൊരു ഡെവലപ്ഡ് രാജ്യത്ത് ചെന്നെത്തിപ്പെട്ട പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്.